ഹേ ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു വ്ളോഗുമായിട്ട് വന്നേക്കുവാണ്. അതായത് ഇന്നിപ്പം നമ്മൾ ലഞ്ചാണ് മെയിനായിട്ടും ഒരു വർക്കിങ്ങിൻ്റെ എല്ലാത്തൊരു ദിവസത്തെ ലഞ്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം ഇന്ന് ഞാനാണെങ്കിൽ രാവിലെ ഇവാനി കിടന്നുറങ്ങുമായിരുന്നു. ഞാൻ രാവിലെ ബെഡ്റൂമിലോട്ട് വന്ന് നോക്കുമ്പോഴത്തേക്കും ഇവളെ ബെഡിൽ കാണുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് താഴേക്ക് നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു സൗണ്ട് കേട്ടു ബെഡിൻ്റെ അടിയിൽ നിന്ന്. അപ്പോൾ നോക്കുമ്പോൾ ഇവൾ ടാബ് കാണുവാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൾ ഫുൾ ടൈം ടാബ് കാഴ്ചയാണ്. അപ്പോൾ ഇവൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ടാബ് എടുത്ത് അലമാരയുടെ മേളിൽ ഭാഗത്ത് വെച്ചേക്കുവാണ് ഇവളുടെ പപ്പ. പക്ഷേ ഇവൾ എവിടുന്നോ കണ്ടുപിടിച്ച് ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് ഇവൾ എവിടുന്നൊക്കെ കണ്ടുപിടിച്ച് ആരും കാണാതിരിക്കാൻ വേണ്ടി കട്ടിലിൽ അടി കയറിയെന്ന് കാണുവാണ്. പക്ഷെ നമ്മളവളെ കണ്ടുപിടിച്ചു. നമ്മൾ കണ്ടുപിടിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ആൾ പതുക്കെ ഇറങ്ങി വരുവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് കാണിക്കുന്നത് നമ്മുടെ ലഞ്ചാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ലഞ്ചിന് ഇപ്പോൾ കുറച്ച് കറികളൊക്കെ ഉണ്ട്. ചിക്കൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മോരുണ്ടാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇവാനിയുടെ ലഞ്ചാണ്. ഇവാനിയുടെ ലഞ്ച് നമ്മൾ ചിക്കനും ബ്രൊക്കോളിയും ബീൻസും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ടുണ്ടാക്കിയ ഒരു ലഞ്ചാണ്. പിന്നെ ഇത് നാരങ്ങ അച്ചാർ ഇടാൻ പോവാണ്. അപ്പം ഇവിടെ കിട്ടുന്ന ഒരു നാരങ്ങ എന്ന് വെച്ചാൽ വേറൊരു ടൈപ്പ് നാരങ്ങയാണ്. എന്നാലും നമ്മൾ നാട്ടിലെ കറുനാരങ്ങ വലിയ നാരങ്ങയില്ല, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റുള്ള നാരങ്ങ കിട്ടുന്നത്. നമ്മളത് വെച്ചിട്ടാണ് അച്ചാർ ഇടുന്നത്. നമ്മൾ ആദ്യമായിട്ട് അച്ചാർ ഇടുന്നത്. അപ്പം ചിക്കനെല്ലാം പീസാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഗ്രേവി അവിടെ റെഡി ആവുന്നു. ഇത് ഞാൻ കുറച്ച് മുമ്പ് ഉണ്ടാക്കി വെച്ച വഴുതനങ്ങ കറിയാണ് കേട്ടോ. ഇന്ന് ഈ വാനിയുടെ ലഞ്ച് ഇതാണ്. നേരെ ഇരിക്കേ അങ്ങനെ ഇവിടെ അങ്ങനെയൊക്കെ ആക്ഷനൊക്കെ കാണിക്കും. എന്നാലും നമ്മളിത് കഴിപ്പിക്കും കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ്റെ നമ്മൾ കറി വെക്കാൻ വാങ്ങുന്ന ചിക്കൻ്റെ കുറച്ച് പീസസ് എടുത്തിട്ട് അതിനകത്ത് തന്നെ നെയ്യ് കാണും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ക്യാരറ്റ്സ് ഇങ്ങനെ വട്ടത്തിലരിഞ്ഞതും പിന്നെ ബ്രൊക്കോളി ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്. ഇത് ഈ ബ്രൊക്കോളിയും ബീൻസും നമ്മൾ ഫ്രോസൺ വാങ്ങിക്കുന്നത് കേട്ടോ. ക്യാരറ്റ് നമ്മൾ സാധാ ക്യാരറ്റ് വാങ്ങിച്ച് ചെയ്യും. ഈ ബ്രൊക്കോളിയും ഇത് നമ്മൾ ഫ്രോസൺ വാങ്ങിച്ചിട്ട് ഈ ചിക്കൻ്റെ നെയ്യിൽ തന്നെ നമ്മൾ ചെയ്യും. പിന്നെ ചിലപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് കുറവാൻ തോന്നുവാണെങ്കിൽ മാത്രം ബട്ടർ ഇടും. എന്നിട്ട് ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. ഈ ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അതായത് ബ്രൊക്കോളിയും ഇതും ഫ്രോസൺ, ചിക്കനും ഈ ക്യാരറ്റും ഫ്രോസൺ അല്ല കേട്ടോ. എങ്ങനെ ഉണ്ടടി? ചിക്കൻ മാത്രം ഇഷ്ടപ്പെട്ടുള്ളൂ, ബാക്കി എല്ലാം കഴിക്കണം കേട്ടോ. എല്ലാത്തിനും സെയിം ടേസ്റ്റാണ് കേട്ടോ. ആ ഇല്ല, അല്ലെങ്കിൽ തല്ല് കിട്ടും. അവൾക്ക് ഇഷ്ടമില്ലാത്ത സാധനമൊക്കെ ഞങ്ങൾക്ക് വാരി കൊടുത്തിട്ട് അവൾക്ക് ഇഷ്ടമുള്ള സാധനം മാത്രം മിച്ചം വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ കഴിച്ചോളൂ. ഇങ്ങോട്ട് വന്നേ വാനിയ. അടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. നമ്മൾ ഓൾറെഡി ചോറ് നമ്മളിന്ന് വെച്ചില്ല. കാരണം നമ്മൾ ഓൾറെഡി ചോറ് തലേദിവസം വൈകിട്ട് വെച്ച ചോറ് ഓൾറെഡി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. കുറച്ച് അധികം ഉണ്ടായിരുന്നു. അധികം വേവിക്കാതെ വെച്ച ചോറാണ്. അപ്പോൾ അത് പെട്ടെന്ന് ചീത്തയൊന്നും ആകത്തില്ല. അല്ലെങ്കിൽ ഇവിടെ സമ്മർ ആയതുകൊണ്ട് ഇപ്പം ചോറ് പെട്ടെന്ന് രാവിലെ വെച്ചാൽ വൈകിട്ടത്തേക്ക് ആകുമ്പോൾ ചീത്തയാവും, നല്ല ചൂടായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നേരെ കയറ്റി വെച്ചു, ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ നമ്മൾ 2 പേർക്കുള്ള ഫുഡ് ഓൾറെഡി വനിയുടെ ഫുഡ് കൊടുത്തോളൂ ഫുള്ള് കഴിപ്പിച്ചു. പിന്നെ നമ്മൾ 2 പേർക്കും ഫുഡ് എടുക്കുവാണ്. അപ്പം നമ്മൾ ജസ്റ്റ് പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ട് നമ്മൾ ഓവനിൽ വെച്ച് ചോറ് മാത്രം ചൂടാക്കിയിട്ട്, കറിയെല്ലാം ഓൾറെഡി ചൂടാണല്ലോ, അപ്പോൾ നമ്മൾ ഓവനിൽ വെച്ച് ചോറ് മാത്രം ജസ്റ്റ് ചൂടാക്കും. പിന്നെ കറിയെല്ലാം അതിലോട്ട് ഒഴിച്ച് നമ്മൾ കഴിക്കുക, അങ്ങനെ ചെയ്യാറ്. നമുക്കിപ്പോൾ ഇവിടെ ഈ സമ്മർ അതായത് വിൻ്റർ കഴിയുന്ന സമയത്ത്, അത് ഫ്രൂലിങ് അതായത് നമ്മുടെ സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ നമ്മുടെ ഷോപ്പിംഗ് സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്കിങ്ങനെ വഴുതനങ്ങയുടെയും പിന്നെ അങ്ങനെ ഉള്ള വെജിറ്റബിൾസിൻ്റെ ഒക്കെ നമുക്ക് വിത്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു കുറച്ച് നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് കുറച്ച് നാളത്തേക്ക് നമുക്ക് കഴിക്കാനുള്ള സാധനം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാതെ കിട്ടും. ഇപ്പോൾ പച്ചമുളകാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ക്യാപ്സിക്കം, തക്കാളി, വഴുതനങ്ങ അങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് നമ്മുടെ ഗാർഡനിലോ ബാൽക്കണിയിലോ ഒക്കെ നമുക്ക് കൃഷി ചെയ്യാം. അങ്ങനെ കൃഷി ചെയ്യുന്ന കുറേ എൻ്റെ വീടിനടുത്ത് ഒരു 3-4 മല്ലൂസ് ഉണ്ട്. അവർ ഫാമിലിയായിട്ട് താമസിക്കുന്നത്. അപ്പോൾ ഇവരിങ്ങനെ കൃഷിയോട് ഭയങ്കര ക്രൈസുള്ള ആൾക്കാരാണ്, പാലക്കാരാണ്. അപ്പോൾ ഇവരിങ്ങനെ വീട്ടുമുറ്റം നിറച്ചും ഇങ്ങനെ കൃഷി ചെയ്തിട്ടേക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ സ്ഥലമില്ല, നമുക്ക് ബാൽക്കണി മാത്രമേ ഉള്ളൂ. ഇവർക്കാണെങ്കിൽ വിശാലമായ മുറ്റമുണ്ട്. അപ്പോൾ അവർ നിറച്ചിങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അപ്പം ഒരുപാട് വെറൈറ്റി എല്ലാ സാധനങ്ങളും ഉണ്ട് അവരുടെ. അപ്പോൾ അത് അങ്ങനെയൊക്കെ നമുക്ക് കൃഷി ചെയ്ത് നമ്മുടെ ഫ്രീസറിൽ, നമുക്ക് മിക്കവർക്കും കെല്ലറിൽ ഫ്രീസറാണ്. അപ്പോൾ ഫ്രീസറിൽ നമുക്ക് സ്റ്റോർ ചെയ്യുവാണെങ്കിൽ നമുക്ക് വിൻ്ററിലേക്കുള്ള വെജിറ്റബിൾസും കിട്ടും. കുറച്ച് നാൾ നമുക്ക് കടയിൽ നിന്ന് വെജിറ്റബിൾ വാങ്ങാതെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം പിന്നെ അല്ലാതെ നമ്മൾ ഈ പൊടി ഐറ്റംസൊക്കെ നാട്ടിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റും. അപ്പോൾ കുറേ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി ലഗേജ് കൊണ്ടുവരാമല്ലോ. അപ്പോൾ ഈ പൊടി ഐറ്റംസ് അങ്ങനെയൊക്കെ നാട്ടിൽ പോകുമ്പോൾ വാങ്ങിക്കാം.